പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ മേൽ സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഉപദേശങ്ങൾ തന്ന്, വാഗ്ദത്തം തന്ന് അത്ഭുതകരമായി നടത്തുന്നത്. ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മാത്രം ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ മുൻപും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു എന്ന് ചിന്തിക്കുന്നു. പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, ഇപ്പോഴുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. എന്താണ് പറയുന്നതെന്നറിയാമോ? യെശയ്യാവ് 43 അധ്യായം 18 വാക്യത്തിൽ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവം പറയുന്നു, മുമ്പുള്ള കാര്യങ്ങൾ, മുൻപ് ചെയ്ത ചില പാപങ്ങൾ, മാനസാന്തരപ്പെട്ടു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ പഴയ പാപം പിശാച് ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അത് സാത്താന്റെ തന്ത്രമാണ്. നീ ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്തതല്ലേ, ഇപ്പോൾ നിനക്ക് എങ്ങനെ അനുഗ്രഹം ഉണ്ടാവും? അവയെല്ലാം യേശു മറന്ന് ക്ഷമിച്ചു കളഞ്ഞു. യേശു ക്ഷമിച്ചു മറന്ന പാപത്തെ പിശാച് ഓർമ്മിപ്പിക്കും. അതാണ് ദൈവം പറയുന്നത്, മുൻപ് നടന്നത് ഓർക്കേണ്ട മകനെ, മകളെ, അത് ഓർത്തുകൊണ്ടിരിക്കരുത്. മുൻപുണ്ടായിട്ടുള്ള തോൽവികൾ, കബളിപ്പിക്കൽ, ദുഃഖങ്ങൾ, കടന്നുവന്ന പാതയിലുണ്ടായിട്ടുള്ള ചില മുറിവുകൾ, അത് മനസ്സിൽ നിന്നും പോകുന്നില്ല. മനസ്സിനകത്തത് മുറിവുണ്ടാക്കിയിരിക്കുന്നു. അത് ഓർത്തോർത്തോർത്ത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു നന്മയും ഉണ്ടാവാത്തത്, തിന്മകൾ നടക്കുന്നത് എന്ന് നിരാശപ്പെടുന്നു. ദൈവം പറയുന്നു, എൻ്റെ മകനെ, പഴയതോർക്കരുത്, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നെന്നറിയാമോ, എൻ്റെ മുത്തച്ഛൻ എങ്ങനെയായിരുന്നെന്നറിയാമോ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നെന്നറിയാമോ എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്നത് ഉപയോഗമില്ലാത്തതാണ്, ഇന്ന് അനുഗ്രഹമുണ്ടാവില്ല. ദൈവം പറയുന്നു, നീയത് ക്ഷമിക്കപ്പെട്ടു, മറന്നേക്ക്. നിന്റെ മനസ്സിൽ നിന്നും അത് അകന്നു പോകണം. അങ്ങനെ മുൻപത്തേതിനെക്കുറിച്ച് ഓർക്കാതെ, പണ്ട് നടന്നതിനെക്കുറിച്ച് ഓർക്കാതെ ഇരുന്നാൽ പുതിയ കാര്യം നടക്കും, ആശീർവാദമുണ്ടാകും, നന്മകൾ ഉണ്ടാകും. ഇന്ന് ദൈവം അതാണ് പറയുന്നത്. ഒരു പെൺകുട്ടി ഒരിക്കൽ ജീവിതത്തിൽ ചതിക്കപ്പെട്ടു. ഒരാൾ വിവാഹം കഴിച്ച് അവളെ കൊണ്ടുപോയി. അയാൾക്ക് ആദ്യം തന്നെ മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നും വിവാഹം കഴിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അയാൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുന്നു. അവൻ്റെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് ഇവളെ കബളിപ്പിച്ച് കല്യാണം കഴിച്ചു. അവളുടെ ജീവിതം തകർന്നുപോയി. ഒരു ദിവസം പോലും അവൻ്റെ കൂടെ ജീവിച്ചില്ല. വർഷങ്ങൾ കഴിയുമ്പോൾ മാറുമെന്ന് പ്രതീക്ഷിച്ച് ഒടുവിൽ അവൻ ആ പെണ്ണിൻ്റെ കൂടെ തന്നെ ജീവിച്ചു. ഇവളെ ഡിവോഴ്സ് ചെയ്തു. ഇവൾക്ക് ഇനി അത്ര തന്നെ, എൻ്റെ ജീവിതം അവസാനിച്ചു. ചിലര് എൻ്റെ കഥ കേട്ട് എന്നെ വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഭയം, ഭീതി, ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ടു, കഷ്ടപ്പെട്ടു, ഇനിയത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ പ്രാർത്ഥിക്കാനായി വന്നത്. ഞാനും എൻ്റെ ഭാര്യയും അവളോട് സംസാരിച്ചു. നിന്റെ മുമ്പുണ്ടായിരുന്ന ജീവിതത്തിലുണ്ടായ ചതി, ആ മുറിവുകളുടെ വേദന, നീയത് മറന്ന് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കൂ. ഇനി അങ്ങനെയാകുമോ എന്ന് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരിക്കൽ അങ്ങനെയായി, നീയത് കടന്നു വന്നിരിക്കുന്നു. അതിൽ നിന്നും വിടുവിച്ച് ദൈവം നിനക്കൊരു പുതിയ ജീവിതം തരാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഏൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് പറ്റുന്നില്ല, ആ മുറിവുകൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു നിന്നെ സഹായിക്കും എന്ന് തന്നെ ഏൽപ്പിച്ചവൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുതിയ ജീവിതം, നന്നായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, ആശീർവാദമുള്ള ജീവിതം ദൈവം ഉണ്ടാക്കിക്കൊടുത്തു. അവള് പഴയതോർത്തുകൊണ്ടിരുന്നതുവരെ ദൈവത്തിന് പുതിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, പഴയതോർക്കരുത് മകനെ, മകളെ, അത് തന്നെ ഓർത്തുകൊണ്ട് വേദനിക്കരുത്. ഈ കാര്യത്തെ ദൈവസന്നിധിയിൽ വെച്ച് മുന്നോട്ടു പോ എന്ന് പറയുന്നു. ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഇതെന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. പഴയ കഷ്ടപ്പാടും വേദനകളും നഷ്ടങ്ങളും നിന്ദകളും ഞെരുക്കങ്ങളും പഴയ തോൽവികളും എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അതിടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് ഞാൻ വേദനിക്കുന്നു. അതെന്റെ മനസ്സിൽ നിന്നും നീക്കണമേ, ആ ഓർമ്മയെ മാറ്റണമേ, മുറിവുകളെ നീക്കണമേ. പഴയത് ഓർത്തുകൊണ്ടേയിരിക്കാത്ത വിധം എനിക്കൊരു പുതിയ ആരംഭത്തെ തരയണമേ എന്ന് ഈ മകൻ പ്രാർത്ഥിക്കുന്നു, ഈ മകൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ ഒരു മാറ്റത്തെ ആജ്ഞാപിച്ച് അവരെ സന്തോഷിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ